ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. നമുക്ക് വിൻ ചെയ്യുന്ന എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ സൈറ്റ് www.bochet.com. ഈ സൈറ്റിൽ കയറുന്ന സമയത്ത് ജസ്റ്റ് ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ മൈ ടിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മുടെ മൈ ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ വിഡ്രോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് വരും. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അതിനുശേഷം അതൊന്നും കൂടെ കൺഫേം ചെയ്ത് കൊടുക്കുക. സെയിം അക്കൗണ്ട് നമ്പർ ഒന്നും കൂടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡ് കൃത്യമായിട്ടുള്ള ആ 11 ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ പേര് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ഞെക്കുന്ന സമയത്ത് നമുക്ക് KYC അണ്ടർ പ്രോസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഞാൻ KYC ചെയ്തതിന് ശേഷം എനിക്ക് ഏകദേശം ഒരു 24 മണിക്കൂർ എടുത്തു അത് അപ്ഡേറ്റ് ആവാനായിട്ട്. എല്ലാവർക്കും ആ ടൈം തന്നെ എടുക്കണമെന്നില്ല. ഇതിപ്പം ഞാൻ ചെയ്ത സമയത്തായിരുന്നു എനിക്ക് ഏകദേശം 27 മണിക്കൂർ എടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ലോഗിൻ പേജ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ലോഗിൻ പേജ് നോക്കുന്ന സമയത്ത് ലോഗിൻ ചെയ്തു. എൻ്റെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാലൻസിൽ ഹിസ്റ്ററി, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഏകദേശം 2 ദിവസം, അപ്പോൾ 2 ദിവസമായതേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് എൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ആയതാണ് എമൗണ്ടുകൾ. അതിൽ പച്ച ഇതിലേക്ക് കിടക്കുന്ന എല്ലാം ക്രെഡിറ്റ് ചെയ്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഏകദേശം 1600 രൂപയാണ് എൻ്റെ അക്കൗണ്ട് ഇതുവരെ ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അതിൽ ഞാൻ ഒരു 1000 രൂപ വിഡ്രോ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അതാണ് ഈ -1000 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇനി അത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതെന്നോട് കാണിച്ചു തരാം. മൈ ബാലൻസ് എടുക്കുക, വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 500 രൂപയാണ് വിഡ്രോ ചെയ്യുന്നത്. അത് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് വിഡ്രോ ചെയ്തോ അല്ലെങ്കിൽ വിഡ്രോ ആവാനുള്ള പോസിബിലിറ്റി എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം രീതിയിൽ മൈ ടിക്കറ്റ്സ് എടുക്കുക. അതിനുശേഷം ബാലൻസ് എടുക്കുക. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് നമുക്ക് ആ വിഡ്രോയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ എത്തുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇതിലോട്ട് റിക്വസ്റ്റ് പോയിട്ടുണ്ടെന്ന്. അടുത്ത വീഡിയോയിൽ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ടാവും. അപ്പം എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടാനായിട്ട് അതിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.